Good evening, all. Good evening, Mr. Good evening. അപ്പൊ നമ്മൾ ഏത് ചാപ്റ്റർ വരെ പഠിച്ചത്? ഹലോ, ആരും റെസ്പോണ്ട് ഇല്ലാത്തെന്താ? ഓക്കെ, അപ്പൊ 8ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോണത് കേട്ടോ. 8. എന്തോ കേക്കുന്നില്ല. ഓക്കെ, അപ്പോ 8ാമത്തെ ചാപ്റ്റർ ആണ് നമ്മൾ പഠിക്കാൻ പോണത്. എന്താണ് ചാപ്റ്ററിന്റെ പേര്? ഫോർമുലാസ്, ഫങ്ഷൻസ് ആൻഡ് ചാർട്ട്സ്. എന്താണ്? ഫോർമുലാസ്, ഫങ്ഷൻസ് ആൻഡ് ചാർട്ട്സ് കേട്ടോ. അപ്പൊ എന്താണ് ഫോർമുല? എന്താണ് ഫോർമുല? നമ്മൾ മാത്സിൽ ചെയ്യുന്നില്ലേ കുറെ ഫോർമുലാസ് കാര്യങ്ങളൊക്കെ? എന്തിനാണ്? നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫോർമുല യൂസ് ചെയ്യുന്നത് കേട്ടോ. ഫോർമുല യൂസ് ചെയ്യണത് എന്തിനാണ്? നമ്മുടെ റിസൾട്ട് കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഫോർമുലാസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്തൊക്കെ എലമെന്റ്സ് ആണ് നമ്മുടെ ഫോർമുലയിൽ ഉള്ളത്? എന്തൊക്കെ എലമെന്റ്സ് ആണ്? എക്സൽ, വേർഡ് എക്സൽ ഉള്ളത് എന്തൊക്കെ എലമെന്റ്സ് ആണ്? നമ്മുടെ ഈക്വൽ ടു, ഈക്വൽ സൈൻ അല്ലെ. പിന്നെ എന്തൊക്കെയുണ്ട്? പേജ് നമ്പർ 114 ആണ് കേട്ടാ. അറിയാത്തവരായി ആരെങ്കിലും ഉണ്ടെങ്കിൽ പേജ് നമ്പർ 114. ഓക്കെ, പേജ് നമ്പർ 114 എടുക്കും. എടുത്തോ? അതില് റൈറ്റ് ദ എലമെന്റ്സ് ഓഫ് എ ഫോർമുല ഇൻ എക്സൽ 2007. നിങ്ങൾ മലയാളത്തിലാണ് എക്സാം എഴുതണമെങ്കിലും ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പഠിക്കണം കേട്ടാ. മലയാളത്തിലാണ് ഉള്ളവർ എന്ത് ചെയ്യണം? ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് പഠിക്കണം. എന്തോ എന്തേലും പറഞ്ഞായിരുന്നു ആരെങ്കിലും? ഓക്കെ, അപ്പൊ എന്താണ് നമ്മുടെ എലമെന്റ്സ്? ഫോർമുലകളുള്ള, എക്സൽ ഫോർമുലകളുള്ള എന്താണ് എലമെന്റ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റത്തെ എലമെന്റ് എന്താണ്? ഈക്വൽ സൈൻ ആണ് അല്ലെ. ഈക്വൽ സൈൻ ആണ് എന്ത്? ഫസ്റ്റത്തെ എലമെന്റ്. അത് കഴിഞ്ഞിട്ടോ മാത്തമാറ്റിക്കൽ ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണ്? നമ്മുടെ പ്ലസ്, മൈനസ്, ഇൻറ്റു അല്ലെ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ഇതൊക്കെ. ഇനി എന്താണുള്ളത്? റെഫറൻസ് ഓഫ് സെൽസ് ഇൻക്ലൂഡിങ് എന്തൊക്കെയാണുള്ളത്? നെയിംസ്, റേഞ്ച് ആൻഡ് സെൽസ്. പിന്നെ എന്തൊക്കെയാണുള്ളത്? ടെക്സ്റ്റ് ഓർ വാല്യൂ, റിസൾട്ട് കാൽക്കുലേറ്റ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്തിന്റെ എലമെന്റ്? ഫോർമുലയുടെ എലമെന്റ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ എന്താണ് ചാർട്ട്? ഓക്കെ, എന്താണ് ചാർട്ട് എന്ന് പറഞ്ഞാൽ വർക്ക്ഷീറ്റിലുള്ള ഡാറ്റയെ പലതരത്തിലായി ഗ്രാഫായി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ഉപയോഗിക്കുന്നു? ചാർട്ട് ഉപയോഗിക്കുന്നത്. ചാർട്ട് എന്തിനാണ്? പല തരത്തിലുള്ള ഗ്രാഫായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഗ്രാഫായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുപയോഗിക്കുന്നു? ചാർട്ട് ഉപയോഗിക്കുന്നു. ഇനി പലതരത്തിലുള്ള ചാർട്ട്സ് ഉണ്ട്. എന്തൊക്കെയാണ്? കോളം ചാർട്ട് ഉണ്ട്, ലൈൻ ചാർട്ട് ഉണ്ട്, പൈ ചാർട്ട് ഉണ്ട്, പിന്നെന്താണ്? ബാർ ചാർട്ട് ഉണ്ട്, പിന്നെ ഏരിയ ചാർട്ട്, പിന്നെ XY ചാർട്ട്, പിന്നെ സ്റ്റോക്ക് ചാർട്ട്, പിന്നെ റേഡാർ ചാർട്ട്. ഓക്കെ, എന്തൊക്കെ ചാർട്ട്സ് ഉണ്ട്? കോളം ചാർട്ട്സ് ഉണ്ട് അല്ലെ. കോളം ചാർട്ട്സ് ഉണ്ട്, പിന്നെന്തുണ്ട്? ലൈൻ ചാർട്ട് ഉണ്ട്, പിന്നെന്തുണ്ട്? പൈ ചാർട്ട് ഉണ്ട്. ഓക്കെ, അപ്പം എന്തൊക്കെ ചാർട്ട്സ് ഉണ്ട്? ലൈൻ ചാർട്ട് ഉണ്ട്, പൈ ചാർട്ട് ഉണ്ട്, ബാർ ചാർട്ട് ഉണ്ട്, ഏരിയ ചാർട്ട് ഉണ്ട്, പിന്നെന്താണ്? XY ചാർട്ട് ഉണ്ട്, സ്റ്റോക്ക് ചാർട്ട് ഉണ്ട്, പിന്നെ റേഡാർ ചാർട്ട്സ്. വിച്ച് 8ാമത്തെ ചാപ്റ്റർ, 8ാമത്തത്, അതായത് ഫോർമുല ഫങ്ഷൻസ്. പേജ് നമ്പർ 113 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 113. ഓക്കെ, ഓക്കെ, അപ്പം നമ്മൾ ചാർട്ട്സിനെ കുറിച്ചാണ് പറഞ്ഞത്. എന്തിനാണ് ചാർട്ട്സ് ഉപയോഗിക്കുക? നമ്മൾ ഗ്രാഫായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട്. ഗ്രാഫ് കണ്ടിട്ടില്ലേ? പലതരത്തിലുള്ള ഗ്രാഫുകളായിട്ട് ഡാറ്റയെ പലതരത്തിലുള്ള ഗ്രാഫുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത്? നമ്മുടെ ചാർട്ട്. ഓക്കെ, ചാർട്ട് പലതരത്തിലുണ്ട് അല്ലെ. ചാർട്ട് എന്തൊക്കെ തരത്തിലുണ്ട്? പലതരത്തിലുണ്ട്. ഏതൊക്കെയാ? കോളം ചാർട്ട് ഉണ്ട്, ലൈൻ ചാർട്ട് ഉണ്ട്, XY ചാർട്ട് ഉണ്ട്, പൈ ചാർട്ട് ഉണ്ട്, പിന്നെ എന്തുണ്ട്? ബാർ ചാർട്ട് ഉണ്ട്,
ഏരിയ ഉണ്ട്, പിന്നെ റാഡർ ഉണ്ട്, പിന്നെ എന്തുണ്ട്, സ്റ്റോക്ക് ഉണ്ട്. ഇത്രയുമാണ് നമ്മുടെ എന്താണ് ചാർട്ട്സ് അല്ലെ. ഇനി കോമ്പോണൻസ് ഏതൊക്കെയാണ്? കോമ്പോണൻസ് ഒരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കോമ്പോണൻസ് ആണെന്ന് കൊച്ചിലേ മുതൽ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയുണ്ട്? നമ്മുടെ എക്സും വൈയും അല്ലെ. എക്സും വൈയും ആണ് നമ്മുടെ എന്താണ് മെയിൻ കോമ്പോണൻസ് ഓഫ് എ ചാർട്ട് അല്ലെ. എക്സും വൈയും ഇസഡും ഒക്കെ കേട്ടിട്ടില്ലേ? എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ് അല്ലെ. അപ്പൊ എക്സ് ആക്സിസ് ആണ് ആദ്യത്തെ കോമ്പോണൻസ് ഓഫ് എ ചാർട്ട്. ഓക്കെ, ഇനി വൈ ആക്സിസ് എന്താണ്? അടുത്ത കോമ്പോണന്റ് ആണ്. ഇനി അതുപോലെ ചാർട്ട് ടൈറ്റിൽ ഉണ്ട് അല്ലെ. നമുക്ക് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്നതിന്? എക്സ് എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, വൈ എന്തിനാണ് റെപ്രസെന്റ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിട്ട് നമുക്ക് എന്തുണ്ട്? ചാർട്ട് ടൈറ്റിൽ ഉണ്ട്. എന്തുണ്ട്? ചാർട്ട് ടൈറ്റിൽ. ഇനി അതുപോലെ ഡാറ്റ ലേബിൾസ് ഉണ്ട്. പിന്നെന്താണ്? ഡാറ്റ ലേബിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡാറ്റ സീരീസിന്റെ എന്ത് കണക്കാക്കാനാണ് ഉപയോഗിക്കുന്നത്? വാല്യൂ കാണിക്കുന്നതിനാണ് വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുക? നമ്മുടെ ഡാറ്റ ലേബിൾസ് ഉപയോഗിക്കുക അല്ലെ. ഡാറ്റ ലേബിൾസ് എന്തിനാണ്? വാല്യൂ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഡാറ്റ ലേബിൾസ്. ഇനി അതുപോലെ തന്നെ എന്താണ്? ടിക്ക് മാർക്ക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ എക്സും വൈയും ഇല്ലേ, നേരത്തെ പറഞ്ഞത് എക്സും വൈ ആക്സിസിന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മുടെ ടിക്ക് മാർക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി ഗ്രിഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഗ്രിഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ എന്തിനാ ഉപയോഗിക്കുക? നമ്മള് വരയ്ക്കാൻ നേരത്തൊക്കെ ഉപയോഗിക്കാൻ കണ്ടിട്ടില്ലേ? ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് എന്ത് ചെയ്യും? ഫസ്റ്റ് അവരെന്ത് ചെയ്യും? ഗ്രിഡ് ലൈൻസ്, കുറെ ലൈൻസ് ഒക്കെ വരച്ച് അതിന്റെ മുകളിൽ കൂടെ ഒക്കെ വരയ്ക്കുന്ന കണ്ടിട്ടില്ലേ എല്ലാവരും? അപ്പൊ അതിനാണ് നമ്മൾ എന്താ പറയാ? അതിന് എക്സിലെയും വൈയിലെയും മേജർ ഇന്റർവെൽസിന്റെ രേഖ കാണിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ഗ്രിഡ് ലൈൻസ് എന്ന് പറയാ. ഓക്കെ, ഗ്രിഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ആക്സിസിലെയും വൈ ആക്സിസിലെയും മേജർ ഇന്റർവെൽസിന്റെ രേഖ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയാ? നമ്മുടെ ഗ്രിഡ് ലൈൻസ് എന്ന് പറയാ. ഇനി പേജ് നമ്പർ 120 എടുക്കാം. 120 എടുക്കട്ടെ എല്ലാരും. പേജ് നമ്പർ 120 എടുക്കാം. അതില് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് നമുക്ക് ചാർട്ട്സ് ഡ്രോ ചെയ്യാനായിട്ട്? അതായത് നമ്മുടെ വേർഡില് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്സ് ആണ്, എക്സലില് എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ചാർട്ട് വരയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുക? ഫസ്റ്റത്തെ എന്താണ് ചെയ്യുന്നത്? വർക്ക്ഷീറ്റില് ഡാറ്റ കൊടുക്കുക. എക്സൽ വർക്ക്ഷീറ്റിൽ എന്ത് കൊടുക്കുക? ഡാറ്റ കൊടുക്കുക. ഇനിയോ ഡേറ്റ് റേഞ്ച് സെലക്ട് ചെയ്യുക. എന്താണ്? ഡാറ്റ റേഞ്ച് സെലക്ട് ചെയ്യുക അല്ലെ. എന്നിട്ടോ ഇൻസേർട്ട് ടാബിൽ നിന്നും എന്താണ് ചെയ്യുന്നത്? ചാർട്ടിന്റെ ടൈപ്പ് സെലക്ട് ചെയ്യുക. എന്ത് സെലക്ട് ചെയ്യണം? എവിടെ നിന്നാണ് നമുക്ക് സെലക്ട് ചെയ്യേണ്ടത്? നമ്മുടെ ഇൻസേർട്ട് ടാബില് എവിടെ നിന്ന്? എന്തിന്റെ ടൈപ്പ് സെലക്ട് ചെയ്യുക? ചാർട്ടിന്റെ ടൈപ്പ് സെലക്ട് ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ചാർട്ടിന് ഒരു ടൈറ്റിൽ കൊടുക്കുക. എന്ത് ചെയ്യണം? ചാർട്ടിന് ഒരു ടൈറ്റിൽ കൊടുക്കണം. ഇത്രയും ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു എക്സലില് നമുക്ക് ഒരു ഡ്രോ ചെയ്യാൻ പറ്റും, ചാർട്ട് ഡ്രോ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തൊക്കെ സ്റ്റെപ്സ് ആണ് ചെയ്യുന്നത്? വർക്ക്ഷീറ്റിൽ ആദ്യം എന്ത് ചെയ്യണം? ഡാറ്റ കൊടുക്കണം അല്ലെ. ഡാറ്റ കൊടുത്താൽ ഫസ്റ്റ് വർക്ക്ഷീറ്റിൽ ഡാറ്റ കൊടുക്കണം. അതുപോലെ എന്ത് ചെയ്യണം? ഡാറ്റ റേഞ്ച് സെലക്ട് ചെയ്യണം. ഡാറ്റ റേഞ്ച് എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. എന്നിട്ട് ചാർട്ടിന്റെ ടൈപ്പ് എവിടെ നിന്നാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്? ഇൻസേർട്ട് ടാബിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ടോ നമ്മുടെ ചാർട്ടിന് നമ്മൾ എന്ത് ചെയ്യുക? ടൈപ്പ് എന്ന് കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുക? എഡിറ്റിന് ഉപയോഗിക്കണ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമുക്ക് സ്റ്റെപ്സ് ആയിട്ട് വരിക? എന്തൊക്കെയാണ്? എഡിറ്റിംഗ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞേക്കണേ? ഒരു ചാർട്ടിൽ വരുത്താവുന്ന എന്താണ് വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് വ്യത്യാസങ്ങൾ എന്നാണ് പഠിക്കാൻ പോണ കേട്ടോ. എന്തൊക്കെയാണ്? ഫസ്റ്റത്തെ വ്യത്യാസം എന്താണ്? ലേഔട്ട് ടാബ് ഉപയോഗിച്ച് എന്ത് ചെയ്യാ?
ലീജൻ പൊസിഷൻ വ്യത്യാസപ്പെടുത്തുക. എന്തുപയോഗിച്ചിട്ടാണ്? ലേയോ ടാബ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്താൽ മതി? ലീജൻഡ് പൊസിഷൻ എന്ത് ചെയ്യണം? നമുക്ക് ലീജൻ പൊസിഷൻ എന്ത് ചെയ്യണം? വ്യത്യാസപ്പെടുത്താം. ഇനി അതുപോലെ ഡാറ്റ ലേബലിന്റെ എന്ത് ചെയ്യാൻ പറ്റും? പൊസിഷൻ മാറ്റാം. എന്ത് ചെയ്യാൻ പറ്റും? പൊസിഷൻ മാറ്റാം. ഇനി അതുപോലെ തന്നെ ചാർട്ടിനോടൊപ്പം ഡാറ്റ ടേബിൾ കൂടി കാണിക്കണം അല്ലെ? ചാർട്ടിനോടൊപ്പം എന്ത് ചെയ്യണം? ഡാറ്റ ടേബിൾ കൂടി എന്ത് ചെയ്യണം? കാണിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? നമ്മുടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എഡിറ്റ് ഉപയോഗിച്ച് ചാർട്ടിൽ വ്യത്യാസം വരുത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു സ്റ്റെപ്സ്. ഈ ചാപ്റ്ററിൽ കൂടുതൽ എന്തായിരിക്കും? സ്റ്റെപ്സ് ആയിരിക്കും അല്ലെ? സ്റ്റെപ്സ് എല്ലാരും നല്ല വൃത്തിക്ക് നല്ല മെനയോടുകൂടി എഴുതാൻ ശ്രമിക്കുക കേട്ടോ. എല്ലാരും എന്ത് ചെയ്യണം? നന്നായിട്ട് സ്റ്റെപ്സ് പഠിച്ച് എന്ത് ചെയ്യണം? എഴുതുക. ഇനി എന്താണ് ഓട്ടോ ഷേപ്സ്? പേജ് നമ്പർ 123 കേട്ടോ. പേജ് നമ്പർ 123. ഓക്കെ, 123 എന്താണ് ഓട്ടോ ഷേപ്സ്? ഇംഗ്ലീഷ് വേണവർക്ക് ഇംഗ്ലീഷിൽ നോക്കാം, മലയാളത്തിൽ വേണവർക്ക് മലയാളത്തിൽ നോക്കാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഓട്ടോ ഷേപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സലില് ഓട്ടോ ഷേപ്പ് ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള ജിയോമെട്രിക്കൽ ഷേപ്സ്, ആരോസ്, ഫ്ലോ ചാർട്ട് എലമെന്റ്, സ്റ്റാർസ് മുതലായവ വർക്ക്ഷീറ്റിൽ ഉൾപ്പെടുത്താം. എക്സൽ ഓട്ടോ ഷേപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് പലതരത്തിലുള്ള എന്ത് ചെയ്യും? ഷേപ്പുകൾ എന്ത് ചെയ്യാൻ പറ്റും? അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഇനി ഓട്ടോ ഷേപ്പ് ഉപയോഗിക്കുവാൻ ഇൻസേർട്ട് ടാബിൽ ക്ലിക്ക് ചെയ്ത് ഷേപ്പുകൾ സെലക്ട് ചെയ്യുക. ഓട്ടോ ഷേപ്പ് ഉപയോഗിക്കുവാൻ എന്ത് ചെയ്താൽ മതി? നമ്മുടെ ഇൻസേർട്ട് ടാബിൽ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്ത ശേഷം എന്ത് ചെയ്യുക? സെലക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഓട്ടോ ഷേപ്സ് കിട്ടും. പല വിഭാഗത്തിലുള്ള ഓട്ടോ ഷേപ്സ് ലഭ്യമാണ്. പല വിഭാഗത്തിലുള്ള എന്താണ് ഓട്ടോ ഷേപ്സ് എന്താണ് നമുക്ക് കിട്ടും. ഓക്കെ, ഫസ്റ്റത്തെ എന്താണ്? ലൈൻസ്, കണക്ടേഴ്സ്, ബേസിക് ഷേപ്സ്, പിന്നെ ബ്ലോക്ക് ആരോസ്, ഫ്ലോ ചാർട്ട്സ്, പിന്നെ സ്റ്റാർസ് ആൻഡ് ബാനേഴ്സ്, കോൾ ഔട്ട്സ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്തിലുള്ളത്? നമ്മുടെ ഓട്ടോ ഷേപ്സിലുള്ളത്. ഓട്ടോ ഷേപ്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? പറഞ്ഞേ. ലൈൻസ്, പിന്നെന്താണ്? കണക്ടേഴ്സ്, പിന്നെ ബേസിക് ഷേപ്സ്, പിന്നെ ബ്ലോക്ക് ആരോസ്, പിന്നെ ഫ്ലോ ചാർട്ട്സ്, സ്റ്റാർസ് ആൻഡ് ബാനേഴ്സ്, പിന്നെ കോൾ ഔട്ട്സ്. ഓക്കെ, ഇനി ലൈൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോ ഷേപ്പാണ് നമ്മൾ പഠിച്ചു അല്ലേ? ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓട്ടോ ഷേപ്പാണ് നമ്മൾ പഠിച്ചു. അതില് എന്താണ് നമുക്ക് എന്തിനാണ് ഉപയോഗിക്കുക? ഈ കീ അമർത്തിയാൽ ഡ്രോയിങ് അവസാനിപ്പിക്കാവുന്നതാണ്. അതായത് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ, ആരോ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ലൈൻസ് എന്ന് പറഞ്ഞാൽ അല്ലെ? ഇനി ഈ ഓട്ടോ ഷേപ്പ് ടൂൾ ബാറിൽ ലൈൻസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ എന്താണ്? കഴിയുമ്പോൾ കുറെ ഓപ്ഷൻ കിട്ടും. ലൈൻസിൽ കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? സ്ട്രെയിറ്റ് ലൈൻ, ആരോ, ഡബിൾ എൻഡഡ് ആരോ, കർവ്ഡ് ലൈൻസ്, പിന്നെ ഫ്രീ ഫോം ഷേപ്പ്. ഇത്രയും ഇതിൽ എന്തുണ്ട്? നമ്മുടെ ഷേപ്സ് ഉണ്ട് അല്ലെ ലൈൻസിൽ. ഇനി കണക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലൈനുകൾ ഉപയോഗിച്ച് ഫ്ലോ ചാർട്ട് എന്ത് ചെയ്യണം? എലമെന്റ്സിനെ ബന്ധിപ്പിക്കാൻ സാധിക്കും. നമ്മുടെ കണക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ലൈനുകൾ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഫ്ലോ ചാർട്ടില് എന്ത് ചെയ്യണം? എലമെന്റ്സിനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കും. ഇച്ചിരി കൂടെ ഉറക്കെ പറഞ്ഞേ, കേൾക്കുന്നില്ല, സൗണ്ട് കുറവാണോ? ഓക്കെ, ഇനി ബേസിക് ഷേപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് ഷേപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടോ അതിലധികമോ ഡയമെൻഷനുകൾ ഷേപ്പുകളും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. രണ്ടോ അതിലധികമോ ഡയമെൻഷൻ ഷേപ്പുകള് ഈ മെത്തേഡ് വഴി എന്ത് ചെയ്യാൻ പറ്റും? ഉപയോഗിക്കാൻ പറ്റും. ഏതൊക്കെ മെത്തേഡാണ്? ബ്രേസ്, ബ്രാക്കറ്റ്സ് മുതലായവ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മെത്തേഡ് വഴി. എന്ത് മെത്തേഡാണ്? ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മെത്തേഡ് വഴി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ അതാണ് ബേസിക് ഷേപ്സ് എന്ന് പറഞ്ഞാൽ. ഇനി ബ്ലോക്ക് ആരോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പലതരത്തിലുള്ള ബ്ലോക്ക് ആരോ വർക്ക്ഷീറ്റ് ഉൾപ്പെടുത്താവുന്നതാണ്. ബ്ലോക്ക് ആരോ എന്ന് പറഞ്ഞാൽ എന്താണ്?
പലതരത്തിലുള്ള ബ്ലോക്ക് ആരോ വർക്ക്ഷീറ്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉൾപ്പെടുത്തുവാൻ സാധിക്കും. ഇനി ഫ്ലോ ചാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോ ചാർട്ട് മെനുവിൽ നിന്നും ഫ്ലോ ചാർട്ട് എലമെന്റ്സ് ലഭ്യമാണ്. ഫ്ലോ ചാർട്ട് എവിടെ നിന്നാണ് എന്താ കിട്ടുന്നത്? എലമെന്റ്സ് ലഭ്യമാണ് അല്ലെ? എലമെന്റ്സ് ലഭ്യമാണ്. ഇനി സ്റ്റാർസ് ആൻഡ് ബാനേഴ്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാർ, ബാനർ മുതലായവ ഇവ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് അല്ലെ? സ്റ്റാർസും അങ്ങനത്തെ ഡ്രോയിങ്സ് ഒക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർസ് ആൻഡ് ബാനർ കേട്ടോ. ഇനി കോൾസ് ഔട്ട് എന്ന് പറഞ്ഞാൽ സ്പീച്ച് ആൻഡ് തോട്ട് ബബിൾസ് നിന്നും തിരഞ്ഞെടുത്ത ടെക്സ്റ്റ് ബോക്സിൽ കോൾ ഔട്ട് ടെക്സ്റ്റ് എന്റർ ചെയ്യുക. എന്താണ് ചെയ്യേണ്ടത്? സ്പീച്ച് ആൻഡ് തോട്ട് ബബിൾസിൽ എന്ത് ചെയ്യണം? നമ്മൾ എന്ത് തിരഞ്ഞെടുക്കണം? ടെക്സ്റ്റ് ബോക്സിൽ നിന്നും എന്ത് ചെയ്യണം? നമ്മുടെ കോൾ ടെക്സ്റ്റ് എന്റർ ചെയ്യുക. അതാണ് നമ്മുടെ എന്ത്? നമ്മുടെ ഓട്ടോ ഷേപ്പിന്റെ ഡിഫറെന്റ് ടൈപ്സ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ്? മറ്റേതെന്നാ നമ്മൾ പഠിച്ചത്? ഓട്ടോ ഷേപ്സ് അല്ലെ? ഓട്ടോ ഷേപ്സ് ആണ് നമ്മൾ പഠിച്ചെങ്കിൽ എന്താണ്? നമ്മുടെ സ്മാർട്ട് ആർട്ട് എന്താണ്? ഗ്രാഫിക്സ്. അറിയിപ്പുകളുടെയും ആശയങ്ങളുടെയും ദൃശ്യവൽക്കരണമാണ് എന്ത്? ദൃശ്യവിശീകരണമാണ് എന്ത്? നമ്മുടെ സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് എന്ന് പറയുന്നത്. വളരെ പെട്ടെന്നും എളുപ്പത്തിലും ഫലപ്രദമായ സന്ദേശങ്ങൾ നൽകുവാൻ സാധിക്കും അല്ലെ? അറിയിപ്പുകളുടെ ഇൻഫോർമേഷൻ ആൻഡ് ഐഡിയാസ് എന്തിനാ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? സ്മാർട്ട് ആർട്ട് ഗ്രാഫിക്സ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്തത് സ്മാർട്ട് ആർട്ട് എങ്ങനെ ഉണ്ടാക്കാം? എങ്ങനെയാണ് നമുക്ക് സ്മാർട്ട് ആർട്ട് ഉണ്ടാക്കാൻ സാധിക്കും? എങ്ങനെയാണ്? ഫസ്റ്റ് സ്റ്റെപ്പ്, ഇൻസേർട്ട് ടാബിൽ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ട് ടാബിൽ എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്യുക. ചാപ്റ്റർ 8 ഫോർമുലാസ്, ചാർട്ട്സ് അതൊക്കെ ഇപ്പൊ 126 പേജ് ആണ് എടുക്കുന്നത്. 126. ഓക്കെ, അപ്പൊ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞ എന്താണ്? ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞോ? സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞ എന്താണ്? ഇലിസ്ട്രേഷൻ ഗ്രൂപ്പിൽ നിന്ന് സ്മാർട്ട് ആർട്ട് ക്ലിക്ക് ചെയ്യുക. ഇലിസ്ട്രേഷൻ ഗ്രൂപ്പിൽ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്? സ്മാർട്ട് ആർട്ട് എടുക്കുന്നത്. പിന്നെ സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കാറ്റഗറി സെലക്ട് ചെയ്ത് ഓക്കെ സെലക്ട് ചെയ്യുക കേട്ടാ. ഒരേ കാറ്റഗറി സെലക്ട് ചെയ്തിട്ട് എന്താ? ഓക്കെ സെലക്ട് ചെയ്യുക. അപ്പൊ സ്റ്റെപ്പ് 4 എന്ന് പറഞ്ഞാൽ ഇവരെ നമുക്ക് ടെക്സ്റ്റ് എഴുതി ചേർക്കാം. ഓക്കെ, ഇനി ഹൗ ടു ആഡ് ക്ലിപ്പ്? എങ്ങനെയാണ് ക്ലിപ്പ് ആഡ് എങ്ങനെ ഉൾപ്പെടുത്താം? എന്താണ് ക്ലിപ്പ് ആഡ് എങ്ങനെ ഉൾപ്പെടുത്താം? ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്യുക. ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടത്? എല്ലാത്തിലും എന്ത് ചെയ്യണം? ഇൻസേർട്ട് ടാബ് ക്ലിക്ക് ചെയ്യണം. ഇലിസ്ട്രേഷൻ ഗ്രൂപ്പിൽ നിന്ന് എന്ത് ചെയ്യണം? ക്ലിപ്പ് ആഡ് ക്ലിക്ക് ചെയ്യുക. ഇനി കളക്ഷൻ സെലക്ട് ചെയ്ത് ഗോ ബട്ടൺ അമർത്തുക. ഏത് ബട്ടൺ അമർത്തേണ്ടത്? ഗോ. ഇനിയോ കളക്ഷൻ നിന്നും ഒരു ക്ലിപ്പ് തിരഞ്ഞെടുക്കാം. ഓക്കെ, അവിടെ നിന്ന് എന്ത് ചെയ്യാം? ഒരു ക്ലിപ്പ് തിരഞ്ഞെടുക്കാം. ഇനി എങ്ങനെയാണ് നമ്മുടെ ഫയലിൽ ഫോട്ടോ എങ്ങനെ ഉൾപ്പെടുത്തുന്നത്? ഇൻസേർട്ടില് എല്ലാത്തിലും എന്ത് വേണം? ഫസ്റ്റ് ഇൻസേർട്ട് വേണം അല്ലെ? ഇൻസേർട്ടില് പോയിട്ട് തിരഞ്ഞെടുക്കണം. അതിനോ ഇലിസ്ട്രേഷൻ ഗ്രൂപ്പിൽ നിന്ന് എന്ത് ചെയ്യണം? പിക്ചർ ക്ലിക്ക് ചെയ്യുക. ഇനി പിക്ചറുള്ള ലൊക്കേഷൻ എന്ത് ചെയ്യണം? നിന്നോ ചിത്രം തിരഞ്ഞെടുക്കുക. ലൊക്കേഷൻ നിന്ന് പിക്ചറിലുള്ള ലൊക്കേഷൻ നിന്നും തിരഞ്ഞെടുക്കുക. Okay, അപ്പൊ fill in the blanks. Each auto shapes can be rotated by first clicking dash button on drawing toolbar. എന്താണ് ആൻസർ? ഫ്രീ റൊട്ടേറ്റ്. എന്താണ്? Each auto shapes can be rotated by first clicking dash button on drawing toolbar. എന്താണ് ആൻസർ? ഫ്രീ റൊട്ടേറ്റ്. More dash effect can be changed using picture tool. Picture tool ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? എഫക്റ്റ് ഏതാണ്? പിക്ചർ എഫക്റ്റ്. ഇനി ഡാഷ് ഡിസ്പ്ലേ ഓൾ ഇമേജ് പ്രോപ്പർട്ടീസ് സെപ്പറേറ്റ്. സെപ്പറേറ്റ് വിൻഡോ മാറ്റാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ടൂളെ പ്രോപ്പർട്ടീസ് ഏതാ? ഫോർമാറ്റ് പിക്ചർ. ഡാഷ് ഷോസ് ദ റിലേറ്റീവ് കോൺട്രിബ്യൂഷൻ ദാറ്റ് ഈസ് ഡാറ്റ സീരീസ് ടേക്ക് പ്ലേസ്. ഏതാണ്? ഏരിയ ചാർട്ട്. ഓക്കെ, ഇത്ര ഉള്ള ഈ ചാപ്റ്റർ. ഭയങ്കര സിമ്പിൾ ആണ് ഈ ചാപ്റ്റർ കേട്ടോ. ഇനി അടുത്ത ചാപ്റ്റർ നമ്മുടെ മെയിൽ മെർജ് തുടങ്ങിയായിരുന്നു നമ്മള്. ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തേ? ഹലോ,
ആരെങ്കിലും ക്ലാസ്സിൽ ഉണ്ടോ? ഗിയ ഏത് പേജിലാണ്? എന്തോ എടുത്തു? അപ്പൊ നമ്മൾ ഏതൊക്കെ ചാപ്റ്റർ എടുത്തു എന്ന് പറയോ? എന്തോ ഏത് ചാപ്റ്റർ ആയി പറയണേ? ബേസിക്സ് ഓഫ് Chapter ഏതാ? കമ്പ്യൂട്ടർ എടുത്തില്ലേ? ഇനി 6, 7 നമുക്ക് 6, 7 ഇല്ല പിള്ളേരെ. നമുക്കുള്ളത് ചാപ്റ്റർ നിങ്ങൾ നോട്ട് ചെയ്തോ കേട്ടാ. ഫസ്റ്റത്തെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഉണ്ട്. ഓക്കെ, 4ാമത്തെ ചാപ്റ്റർ എടുത്തില്ലേ? ഫോർമാറ്റിംഗ് ഡോക്യുമെന്റ്സ്. അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ മെയിൻ മെർജ്. ഓക്കെ, 8 ഉണ്ട്, 9 ഉണ്ട്, 10 ഉണ്ട്. ഇത്ര ചാപ്റ്ററാണ് നമുക്കുള്ളത്. ഇതിൽ ഏതെങ്കിലും എടുക്കാത്തുണ്ടോ? ഞാൻ ചാറ്റ് ബോക്സിൽ ഇടാം. 1, 4, 5, സിലബസ് ഇത്ര ഉള്ളൂ നമുക്ക്. 1, 4, 5 അല്ല, ഒന്നുകൂടെ 1, പറഞ്ഞേ 4, 5, 8, 9, 10. ചാറ്റ് ബോക്സിൽ ഇടാൻ നോക്കിയേ. ഇതിലേതെങ്കിലും എടുക്കാത്തണോ നോക്കിയേ. 10 ഏതാ? 10 ഇൻട്രൊഡക്ഷൻ ടു ഇന്റർനെറ്റ്, ലാസ്റ്റത്തെ. ഇതെടുത്തതായിട്ടാണ് എന്നെ ഓർമ്മ. ഇതെടുത്തതാ അല്ലേ പിള്ളേരെ? ലാസ്റ്റത്തെ എടുത്തല്ലേ? 10 നോക്കട്ടെ. അല്ലേ ഗിയ? എടുത്തിട്ടില്ലെന്ന് നോക്കട്ടെ. അപ്പൊ നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു ഇല്ലേ? ഇല്ല ഇല്ല. ഇത്രയും വരെ എത്തിയില്ലേ? ഇല്ലേ? ഇതെന്നാ റെസ്പോണ്ട് ഇല്ലാത്ത? പറ. എന്ത് പറ്റി? ഓക്കെ അല്ലേ? ഇത്രയും ചാപ്റ്റർ 9 എടുത്തോ? 9 ഒന്നുകൂടി എടുക്കാം. 9 ഞാൻ അന്ന് എടുത്തായിരുന്നു, പക്ഷെ നിങ്ങള് കുറച്ചുപേര് ഉണ്ടായില്ല. അന്ന് എക്സാം കഴിഞ്ഞിട്ട് എല്ലാരും പോയില്ലേ? 9 എടുത്തിട്ടില്ല. ഓക്കെ, 9 എടുത്താണോ? എടുക്കാം. അതും കൂടി ഉള്ളൂ എന്നാ, ബാക്കിയെല്ലാം ഓക്കെ. 9 എടുത്താണോ? എടുത്തതാണ്, പക്ഷെ കുറച്ചുപേര് ഉണ്ടായില്ലല്ലോ. അന്ന് എക്സാം കഴിഞ്ഞിട്ട് എല്ലാരും പോയില്ലേ? ചാപ്റ്ററിന്റെ നെയിംസ് പറയാം. ഞാൻ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ടല്ലോ. 1, 4, 5, 8, 9, 10. 1, 4, ചാറ്റ് ബോക്സിൽ കണ്ടില്ലേ? ഓക്കെ, അപ്പൊ ക്രിയേറ്റീവ് പ്രസന്റേഷൻ നമുക്ക് എങ്ങനെ ഒരു പ്രസന്റേഷൻ പവർ പോയിന്റിൽ എങ്ങനെയൊക്കെ നമുക്ക് പ്രസന്റേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് കേട്ടോ. എന്തൊക്കെ മെയിൻ ഫീച്ചേഴ്സ് ആണ് നമുക്ക് പ്രസന്റേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്? എന്തൊക്കെയാണ്? ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കാനുള്ള വിവിധ രീതികൾ പവർ പോയിന്റ് നൽകുന്നു. എന്നാണ് ഒരു പ്രസന്റേഷൻ ഉണ്ടാക്കുവാനുള്ള വിവിധ രീതികൾ പവർ പോയിന്റ് നൽകുന്നു. പവർ പോയിന്റുമായി ബന്ധപ്പെട്ട എല്ലാ ജോലികളും അടിസ്ഥാനം സ്ലൈഡുകളും ഉണ്ടാക്കുന്ന എന്നതാണ്. പവർ പോയിന്റിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കുറെ സ്ലൈഡുകളൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ മൾട്ടിമീഡിയ സവിശേഷതകൾ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഡ് ചെയ്യാൻ പറ്റും. ഇനി എന്തോ നീലം പറഞ്ഞോ?
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് ചോദിക്കട്ടോ. ഇനി എങ്ങനെയാണ് പവർ പോയിന്റ് പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ്? ആദ്യം സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, പിന്നെ എന്ത് ചെയ്യുക, ഓൾ പ്രോഗ്രാം മൈക്രോസോഫ്റ്റ് ഓഫീസ് മുതലായവ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇനി നോർമൽ വ്യൂവും സ്ലൈഡ് സോർട്ടർ വ്യൂവും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിക്കുന്നത്. എന്താണ്? പ്രധാന ഭാഗത്ത് നോർമൽ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രധാന ഭാഗത്ത് നിലവിലുള്ള സ്ലൈഡ് കാണിക്കുന്നു, ഇടത് ഭാഗത്ത് ഔട്ട്ലൈനും താഴെ ഭാഗത്ത് കുറിപ്പുകളും കാണിക്കുന്നു. എന്തൊക്കെയാണ്? ഇടത് ഭാഗത്ത് എന്താ കാണിക്കും? ഔട്ട്ലൈൻ കാണിക്കും അല്ലെ. താഴെ ഭാഗത്ത് എന്ത് കാണിക്കും? കുറിപ്പുകൾ കാണിക്കും. അതിനെയാണ് എന്ത് പറയാ? നോർമൽ വ്യൂ എന്ന് പറയാം. ഇനി സ്ലൈഡ് സോർട്ടർ വ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഓരോ സ്ലൈഡിലും ചെറിയ ചിത്രങ്ങൾ കാണിക്കുന്നു. ഓരോ സ്ലൈഡിലും എന്താ കാണിക്കുന്നു? നമ്മുടെ ചെറിയ ചിത്രങ്ങൾ കാണിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എളുപ്പം സ്ലൈഡ് തരംതിരിക്കാം അല്ലെങ്കിൽ കണ്ടുപിടിക്കാം. ഇനി അതുപോലെ എന്താണ് സ്ലൈഡ് ഷോ വ്യൂ? സ്ലൈഡ് ഷോ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പഴയ പ്രിവ്യൂ പ്രസന്റേഷൻ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ എല്ലാം നമുക്ക് അതിൽ പ്ലേസ് ചെയ്യാൻ പറ്റും. പ്രിവ്യൂ പ്രസന്റേഷനിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നോ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൽ ഒന്നുകൂടി ആഡ് ചെയ്യാൻ പറ്റും. അതിനാണ്. പിന്നെ അതുപോലെ സ്ലൈഡ് ഷോ വ്യൂവില് കുറെ ഇങ്ങനെ വീഡിയോസ് ആക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കും. വീഡിയോസ് ആക്കി കാണാൻ സാധിക്കുന്നതിനാണ് എന്ത് പറയാ? സ്ലൈഡ് ഷോ വ്യൂ എന്ന് പറയാം. ഓക്കെ. ഇനി എന്തൊക്കെ സ്ലൈഡ് ലേഔട്ട് ആണ് MS പവർ പോയിന്റിലുള്ളത്? എന്തൊക്കെ സ്ലൈഡ് ലേഔട്ട് ആണ് MS പവർ പോയിന്റിലുള്ളത്? എന്തൊക്കെയാ? ഫസ്റ്റ് ടൈറ്റിൽ സ്ലൈഡ്, ടൈറ്റിൽ ആൻഡ് കണ്ടന്റ്, സെക്ഷൻസ് ഹൈഡർ, ടു കണ്ടന്റ് കമ്പാരിസൺ, ടൈറ്റിൽ ഓൺലി, ബ്ലാങ്ക്, കണ്ടന്റ് വിത്ത് ക്യാപ്ഷൻ, പിക്ചർ വിത്ത് ക്യാപ്ഷൻ. ഇത്രയാണ് നമ്മുടെ കണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ പവർ പോയിന്റിൽ ഉള്ളത് കേട്ടാ. ഇനി അടുത്തത് എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമുക്ക് പ്രസന്റേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യം? എന്തൊക്കെ മെത്തേഡ്സ് ആണ്? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾഡ് ടെംപ്ലേറ്റ്സ് ടാബ് ഉപയോഗിക്കുക. നമുക്ക് ആവശ്യമായ ടെംപ്ലേറ്റ്സ് ഒക്കെ സെലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ ഡിസൈൻ ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻസ്റ്റാൾഡ് തീംസ് ബോക്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ടെംപ്ലേറ്റ്സ് ആണ്. ഇനി അതുപോലെ ഹൈഡും അൺഹൈഡും ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ്? ഒരു സ്ലൈഡ് ഷോയിൽ സ്ലൈഡ് ഡിലീറ്റ് ചെയ്യാതെ തന്നെ അതിനെ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഹൈഡ് കാണാതിരിക്കാൻ സാധിക്കും. അതിനാണ് എന്താ പറയാ? ഹൈഡ് എന്താണ്? സ്ലൈഡ്. ഇനി സ്ലൈഡ് പാനൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഹൈഡ് സെലക്ട് ചെയ്ത് അതിൽ ഹൈഡ് ആവും. ഹൈഡ് സെലക്ട് ചെയ്താൽ എന്താവും? ഹൈഡ് സൈഡ് ക്ലിക്ക് ചെയ്താൽ എന്താവും? നമ്മൾ ഹൈഡ് ആവും. ഒന്നും കൂടി റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഞാൻ എന്ത്? അൺഹൈഡ് ആവും. ആദ്യം ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ എന്താവും? ഹൈഡ് ആവും. ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ എന്താവും? നമ്മുടെ അൺഹൈഡ് ആവും. ഇനി എങ്ങനെയാണ് ഒരു പ്രസന്റേഷൻ എന്ത് ചെയ്യാ? പ്രസന്റേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമ്മുടെ സേവ് ചെയ്യാം. എങ്ങനെയാണ് പ്രസന്റേഷൻ സേവ് ചെയ്യുക? പേജ് നമ്പർ 140 ഉണ്ട് കേട്ടോ. ഓഫീസ് ബട്ടൺ സെലക്ട് ചെയ്യുക. എന്ത് ചെയ്യണം? ഓഫീസ് ബട്ടൺ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞോ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്ത് ചെയ്യണം? സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ടോ സേവ് ആസ് എന്ന വിൻഡോ ഓപ്പൺ ആവും. എങ്ങനെയാ? സേവ് ആസ് വിൻഡോ ഓപ്പൺ ആവും അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യണം? സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ പ്രസന്റേഷനിൽ എന്ത് ചെയ്യാം? ഫയല് സേവ് ചെയ്യാം. ഇനി അതുപോലെ പവർ പോയിന്റിൽ 2007 സ്ലൈഡുകൾ എങ്ങനെയാണ് പ്രിന്റ് ചെയ്യുക? 2007 സ്ലൈഡുകൾ എങ്ങനെയാണ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ സാധിക്കുക? ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടോ പ്രിന്റ് ചെയ്യാവുന്ന വിൻഡോ പ്രത്യക്ഷമാവും അല്ലെ. പ്രിന്റ് ചെയ്യാവുന്ന വിൻഡോ എന്ത് ചെയ്യും? പ്രത്യക്ഷമായി കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റ് നെയിം, കോപ്പിയുടെ എണ്ണം, പേപ്പർ സൈസ് മുതലായവ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി എങ്ങനെയാണ് നമുക്ക് ടെക്സ്റ്റ് ബോക്സിൽ ബുള്ളറ്റ് നമ്പേഴ്സ് എങ്ങനെയാണ് നമുക്ക് എടുക്കുക? സെലക്ട് ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുക, ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കുക, ബുള്ളറ്റ് അല്ലെങ്കിൽ നമ്പറിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ബുള്ളറ്റ് സെലക്ട് ചെയ്യുക, പിന്നെയോ ഓക്കെ സെലക്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ എങ്ങനെയാണ് നമുക്കൊരു ബുള്ളറ്റ് മനസ്സിലായില്ല സാർ എന്താ ഉദ്ദേശിച്ചേ? ഒന്ന് വോയിസിൽ പറയോ? എനിക്കൊന്നും മനസ്സിലാവല്ല. പേപ്പർ അയച്ചായിരുന്നു.
PDF ആക്കിയിട്ട്. എനിക്ക് കിട്ടിയില്ല കേട്ടോ. എനിക്ക് PDF കിട്ടിയില്ല. Why don't we are already എനിക്ക് sent it അയക്കാൻ to അറിയോ the... കേട്ടാ. Okay. പക്ഷെ എനിക്ക് അത് അയച്ചു തന്നിട്ടില്ല മിസ്സുമാര്. I don't know what is that. We don't have your phone number. That is why we are sending to the... ഞാൻ ചോദിക്കാം. Yeah. കുഴപ്പമില്ല. ഓക്കെ, എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ബുക്ക് അല്ലായിരുന്നോ? അല്ലേ സാറേ? ഹലോ, പറഞ്ഞോ. ഓപ്പൺ ബുക്ക് അല്ലായിരുന്നോ? പ്രത്യേകിച്ച് നോക്കാനുണ്ടാവില്ലല്ലോ. മനസ്സിലായോ? അതെ. പിന്നെ അതാണ് ഞാൻ പിന്നെ കാര്യം ചോദിക്കാന്. ഓക്കെ. അങ്ങനെ ചെയ്തതുകൊണ്ട് ഞങ്ങൾ ചോദിച്ചതേ ഉള്ളൂ. കുഴപ്പമില്ല, മനസ്സിലായി. ഓക്കെ, നമ്മൾ ആ സമയത്ത് ഈ ചാപ്റ്റർ എടുത്തായിരുന്നു. അപ്പൊ ഞാൻ ലെഫ്റ്റ് ആക്കിയില്ലേ, അതുകൊണ്ട് പിന്നെ തിരിച്ചു വിളിക്കാനാ. അതുകൊണ്ട് ഞാൻ ഈ ചാപ്റ്റർ നോട്ട് എടുക്കുന്നത്. അല്ല, ടീച്ചറെ നമ്പർ ഉണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് അയക്കാം, അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല, ഞാൻ ചോദിച്ചോളാം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് പവർ പോയിന്റ് 2007 പ്രിന്റ് ചെയ്യുന്നത്? ആദ്യം ഓഫീസ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. പിന്നെ എന്താ ചെയ്യണത്? ആ പ്രിന്റ് ചെയ്യാനുള്ള വിൻഡോ പ്രത്യക്ഷമാവും. പിന്നെ എന്ത് ചെയ്യണം? പ്രിന്റർ നെയിം, കോപ്പി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? സെലക്ട് ചെയ്യണം. അതിന് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി സ്ലൈഡിൽ എങ്ങനെയാണ് ബുള്ളറ്റ് ലിസ്റ്റ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്? ആദ്യം സെലക്ട് ഇൻസേർട്ട് ചെയ്യുക, ടെക്സ്റ്റ് ബോക്സ് ക്ലിക്ക് ചെയ്യുക, അതിന് ടെക്സ്റ്റ് ബോക്സ് വരയ്ക്കുക, അതിന് സെലക്ട് ബുള്ളറ്റ് അല്ലെങ്കിൽ നമ്പറിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അല്ലെ? നമ്പറിംഗ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക, പിന്നെ ഓക്കെ ഞെക്കുക. പിന്നെ സ്ലൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്ലൈഡ് ഉണ്ടാകുമ്പോഴേക്കും അത് പ്രസന്റ് ചെയ്യുമ്പോൾ പവർ പോയിന്റ് മൾട്ടിപ്പിൾ വ്യൂസ് വളരെ സഹായകരമാണ്. അതുപോലെ നോർമൽ സ്ലൈഡ്, സോർട്ടർ വ്യൂ എന്നിങ്ങനെ 3 തരത്തിലുണ്ട്. വ്യൂസ് ആണ് ഉള്ളത്. എന്താണ്? ആദ്യത്തെ 2 വ്യൂസും പ്രസന്റേഷൻ ചെയ്യാവുന്നതും മൂന്നാമത്തെ സ്ലൈഡ് ഷോയ്ക്ക് സഹായിക്കുന്നു അല്ലെ? ഇനി അതുപോലെയാ പവർ പോയിന്റിലെ വിൻഡോയുടെ താഴെ വലതുവശത്തായി ബട്ടൺ ഉപയോഗിച്ച് തെരഞ്ഞെടുക്കാവുന്നതാണ്. അങ്ങനെയാണ് നമുക്ക് സ്ലൈഡ് വ്യൂ എന്നതിനെ വിവരിക്കുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ആൻസർ. അത് 142 പേജ് നമ്പർ അത് പഠിക്കട്ടെ. അതെന്താണ് ചോദിക്കുക? സ്ലൈഡ് വ്യൂ എങ്ങനെ വിവരിക്കാം? ഓക്കെ, ഇനി നല്ല സ്ലൈഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ചില നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? നല്ല സ്ലൈഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില നിർദ്ദേശങ്ങൾ ഏതൊക്കെയാണ്? ആദ്യം ടെക്സ്റ്റും അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കോൺട്രാസ്റ്റ് കളർ കൊടുത്താൽ പെട്ടെന്ന് വായിച്ചെടുക്കാൻ സാധിക്കും. എന്താണ്? ടെക്സ്റ്റും അതിന്റെ ബാക്ക്ഗ്രൗണ്ടും കോൺട്രാസ്റ്റ് കളറും ഉപയോഗിക്കണം, കൊടുത്താൽ പെട്ടെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ ഫോണ്ട് സൈസ് 24 ആക്കണം. അതുപോലെ കൂടുതലാണെങ്കിൽ പ്രസന്റേഷൻ റൂമിൽ പുറകിൽ ഇരിക്കുന്നവരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. 24 കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യണം? ഏറ്റവും പുറകിലിരിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ സാധിക്കും. അതുപോലെ എന്താണ്? ചെറിയ വാചകങ്ങളോ ഫ്രേസോ ഉപയോഗിക്കുക. ചെറിയ വാചകങ്ങൾ അതിനെ വിശകലനമായിട്ട് എഴുതരുത്, ഷോർട്ട് ആക്കി എഴുതാം, അതാണ് ഉദ്ദേശിക്കുന്നത്. യൂസ് സിമ്പിൾ സ്ലൈഡ് ട്രാൻസ്ലേഷൻ. നമ്മൾ സിമ്പിൾ സ്ലൈഡ് ട്രാൻസ്ലേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ ഒരു സ്ലൈഡിൽ ആവശ്യത്തിന് മാത്രം ടെക്സ്റ്റ്, ഗ്രാഫ് മുതലായവ ഉൾപ്പെടുത്തുക. ഒരു സ്ലൈഡിൽ എന്താണ്? ആവശ്യത്തിന് മാത്രം ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഉപയോഗപ്പെടുത്തുക. പിന്നെ എന്താണ്? കീപ് ടെക്സ്റ്റ് സിമ്പിൾ ആൻഡ് ഈസി ടു റീഡ്. ഡു നോട്ട് യൂസ് ടു മെനി ടെക്സ്റ്റ് എഫക്റ്റ്. അതുപോലെ ഒരു ഇതില് തന്നെ പല സ്ലൈഡിൽ പല എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ എഫക്ട്സും ഈ സൈസും കാര്യങ്ങളൊക്കെ മാറ്റാൻ പാടില്ല, എല്ലാം ഒരുപോലെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇനി ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്? സ്ക്രോൾ ബാർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് സ്ലൈഡ് ആൻഡ് പ്രീവിയസ് സ്ലൈഡ് ഉപയോഗിച്ചിട്ട് മാറ്റാൻ പറ്റും അല്ലെ? എന്താണ്? നമ്മുടെ സ്ക്രോൾ ബാർ ഉപയോഗിച്ച് നെക്സ്റ്റ് സ്ലൈഡ് ആൻഡ് പ്രീവിയസ് സ്ലൈഡ് ഉപയോഗിച്ച് മാറ്റാൻ പറ്റും. അതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട്ലൈൻ പാൻസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്ലൈഡിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറ്റാവുന്നതാണ്. ഇനി എങ്ങനെയാണ് സ്ലൈഡിൽ നോട്ട്സ് ചേർക്കുന്നത്? എങ്ങനെയാണ് നോട്ട്സ് ഒക്കെ ചേർക്കുന്നത്? എങ്ങനെയാണ്? നോർമൽ വ്യൂവില് നമുക്കൊരു സ്ലൈഡിൽ നോട്ട് ചേർക്കാൻ സാധിക്കും. അതുപോലെ പ്രസന്റേഷൻ കാണുവാൻ സാധിക്കില്ല. നോട്ടൊക്കെ ചേർക്കാൻ സാധിക്കും, പക്ഷെ എന്താണ്? പ്രസന്റേഷനിൽ സാധിക്കില്ല. ഇനി അതുപോലെ
ലാസ്റ്റത്തെ ഭാഗാണേ. ഓക്കെ, ലാസ്റ്റത്തെ ഭാഗത്തില് എങ്ങനെയാണ് ഒരു സ്ലൈഡിൽ ടെക്സ്റ്റ് ബോക്സ് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുക, എങ്ങനെയാണ് ടെക്സ്റ്റ് ബോക്സ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഒരു സ്ലൈഡില് ടെക്സ്റ്റ് ചേർക്കുന്നതിന് ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിക്കുക എന്നാണ്. ഒരു സ്ലൈഡിൽ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ഉപയോഗിക്കുന്നതിന് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിക്കുക. ഒരു സ്ലൈഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് ഒന്നോ അതിലധികമോ ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവും അല്ലെ. ടെക്സ്റ്റ് ബോക്സ് എന്താണ്, ഒന്നോ അധികമോ എന്ത് ചെയ്യും, ആ ടെക്സ്റ്റ് ബോക്സ് ഉണ്ടാവും. പുതിയ ഒരു ടെക്സ്റ്റ് ബോക്സ് ചേർക്കണമെങ്കിൽ ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിച്ചാൽ മതി അല്ലെ. ഇൻസേർട്ടിലെ ടെക്സ്റ്റ് ബോക്സ് ഉപയോഗിക്കാം. ഇനി ഷോർട്ട് കീസ്, പ്രസന്റേഷൻ ഷോർട്ട് കീസ് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ ഷോർട്ട് കീസും കാണാൻ പഠിക്കണം എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഷോർട്ട് കീസ് എന്നാലും പഠിക്കാം. ഓക്കെ, ഏതൊക്കെയാണ്? കോപ്പി പേസ്റ്റ് മുതലായവ കാര്യങ്ങൾ പഠിക്കാം. കോപ്പി പേസ്റ്റ്, കട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇല്ലേ, ചെറിയ ചെറിയ ബേസിക് ആയിട്ടുള്ളത്, അത് പഠിക്കാം. പിന്നെ അണ്ടു, റെഡു, മാക്രോസ് ഇല്ലേ, മാക്രോസ് അത് ഇമ്പോർട്ടന്റ് ആണ്, എല്ലാ എക്സാമിനും ചോദിച്ചിട്ടുണ്ട്. മാക്രോസ് എന്നാണ് മാക്രോസ്. ഓക്കെ, അത് പഠിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഈ ഡാറ്റ എൻട്രി എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ടുള്ള സബ്ജക്റ്റ് ആണ്. നിങ്ങൾ മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്കോടെ പാസ് ആവാൻ പറ്റും. ഓക്കെ, ഇത്രയും എളുപ്പമുള്ള സബ്ജക്റ്റ് ഈ നിങ്ങളുടെ ബുക്കിലില്ല, ഉണ്ടോ? പക്ഷെ ഇച്ചിരി തിയറി ഇച്ചിരി കൂടുതലാണ്, പക്ഷെ മനസ്സിലാക്കി പഠിച്ച് എഴുതാം. കാണാപ്പാഠം പഠിച്ച് എഴുതരുത് കേട്ടാ. മനസ്സിലാക്കി തന്നെ മാത്രം പഠിച്ചെഴുതാവുന്ന, പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന സബ്ജക്റ്റ് ആണത്. ഷോർട്ട് കീസ് ഒക്കെ ഉള്ളൂ കാണാപ്പാഠം പഠിക്കാനുള്ളത്, വേറെ ഒന്നും കാണാപ്പാഠം പഠിക്കാനില്ല. ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ ഡാറ്റ എൻട്രി സിലബസ് ഉൾപ്പെടെ എല്ലാം കഴിഞ്ഞു കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാരും നന്നായിട്ട് പഠിക്ക, നല്ല മാർക്കോടെ പാസ്സാവുക. റിവിഷൻ ഉണ്ടോ? ആ, റിവിഷൻ ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ ഞാൻ റിവിഷൻ തരാട്ടോ. ഓക്കെ, താങ്ക് യു. മിസ് Thank ഇത് you, miss. കമ്പ്യൂട്ടറിൽ ചെയ്യാൻ വേഗം കഴിയും. ആ, കമ്പ്യൂട്ടർ നമുക്ക് ചെയ്യാലോ, നമുക്ക് പ്രാക്ടിക്കൽ ഉണ്ടല്ലോ അല്ലെ. പ്രാക്ടിക്കൽ തുടങ്ങിയാ? ഇല്ലല്ലോ, എങ്ങനെയാണ് തുടങ്ങുന്നത്? ആ, അത് പറയായിരിക്കും. അപ്പൊ ശരി എന്നാ, അപ്പൊ എല്ലാരും നന്നായിട്ട് പഠിക്കട്ടോ. അടുത്ത ക്ലാസ്സിൽ റിവിഷൻ ഞാൻ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാം. എല്ലാവരും ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഇരിക്കാം അടുത്ത ക്ലാസ് തൊട്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. ക്ലാസ്സിൽ ഏത് പാഠത്തിൽ നിന്നാ ചോദ്യം ചോദിക്കുന്നത്? എന്തോ? അടുത്ത ക്ലാസ്സിൽ ഏത് ലെസണിൽ നിന്നാ ചോദിക്കുന്നത്? ലാസ്റ്റീന്ന് 10ാമത്തെ ചാപ്റ്റർ. 10ാമത്തെ ചാപ്റ്റർ. ഓക്കെ, 10ാമത്തെ ചാപ്റ്റർ മീൻസ് ഇന്റർനെറ്റ്. ഇന്നെടുത്തതല്ല, നമ്മള് ഫസ്റ്റ് ദിവസം പഠിച്ചില്ലേ ഇന്റർനെറ്റ്. ഇന്റർനെറ്റ്, അതന്നെ. ഓക്കെ.